ഹായ്, ഗുഡ് മോർണിംഗ്. ടാരോട്ട്കാരൻ്റെയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്താണ് എനർജി, നിങ്ങൾക്ക് ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഗൈഡൻസ് ഉണ്ടോ, എന്തെങ്കിലും മെസ്സേജ് തരാനുണ്ടോ ഡിവൈൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നോക്കാം. എൻ്റെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്കിവിടെ ടാപ്പ് ചെയ്യാൻ സാധിക്കും, കറക്റ്റായിട്ടുള്ള റീഡിങ്ങും തരാൻ പറ്റുമോ. നമുക്ക് കാർഡിലൊക്കെ എന്താണ് ഫസ്റ്റ് നൈറ്റ് ഓപ്പൺസ് വന്നിട്ടുണ്ട്. സിക്സ് ഓഫ് സോഴ്സ് ഫുള്ളി യാത്രയുടെ കാർഡാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ യാത്ര. സിക്സ് ഓഫ് വൺസ്, ഡെത്ത് കാർഡ് ഇത്രയാണ് വന്നേക്കുന്നത്. ബോട്ടം വന്നേക്കുന്നത് 10 ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഫാമിലിയിൽ എല്ലാവരുമായിട്ട് നല്ല സന്തോഷത്തിലിരിക്കാൻ നിങ്ങൾ മാക്സിമം ഇന്നത്തെ ദിവസം ശ്രമിക്കുകയല്ല, നിങ്ങൾ ഇന്ന് കൂടുതൽ ഫാമിലി ഒത്ത് സന്തോഷം പങ്കിട്ട് അവരുമായിട്ട് നല്ല സ്നേഹത്തോടെ ഇരിക്കാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അതിനായിരിക്കും. ഫാമിലിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇന്നത്തെ ദിവസം കൊടുക്കുന്നത്. ഫാമിലിയിൽ ഒരുപാട് സന്തോഷമായിരിക്കുന്ന ദിവസം, എല്ലാവരുടെയും സ്നേഹത്തോടെ നല്ലൊരു ഒരുമയോടെ ഐക്യത്തോടെ എല്ലാവരും പരസ്പരം സ്നേഹിച്ച് ഒന്നിച്ച് ഇരുന്ന് നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ച് നല്ല ചിരിയും കളിയും സന്തോഷമൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം കൂടുതൽ ഫാമിലിയിൽ ഒരു സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത്. പിന്നെ ഫസ്റ്റ് കാർഡ് വന്നത് നൈറ്റ് ഓഫ് വൺസ് അല്ലേ. എന്തായാലും നിങ്ങൾ യാത്രയാണ് ഇന്നത്തെ ദിവസം. എന്തായാലും നിങ്ങൾ യാത്ര ഉണ്ട്, അത് ഫാമിലിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിന് പോകുന്ന യാത്രയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോകുന്നത് യാത്രയായിരിക്കും. എന്തായാലും നിങ്ങളുടെ ഇന്ന് വിജയമാണ്. വിദേശത്തേക്ക് എന്തെങ്കിലും നോക്കുന്നവർക്കാണെങ്കിലും ഇന്നത്തെ ദിവസം ആ ഒരു യാത്ര എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തെങ്കിലും വിസയുടെ എന്തെങ്കിലും പേപ്പർ വർക്ക് നടക്കുകയാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും പോസിറ്റീവായിട്ടൊരു മെസ്സേജ് വരാനോ ഒരു ഫോൺ കോൾ എല്ലാം റെഡിയായെന്നും പറഞ്ഞു അങ്ങനെ വിദേശത്തേക്ക് പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കോ എന്തായാലും കൂടുതൽ ഇന്നൊരു യാത്രയുടെ കാർഡ് വന്നുകൊണ്ട് എന്തെങ്കിലും യാത്ര നിങ്ങൾ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലും വേറെ സ്ഥലത്തോട്ട് ജോലിക്കോ ഇല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനോ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിരിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അതിനൊരു പോസിറ്റീവായ കാര്യം നടക്കും ഇന്നത്തെ ദിവസം. പിന്നെ അതല്ല നിങ്ങൾ ഫാമിലിയിൽ ഇത്രയും സന്തോഷമായിട്ടിരിക്കുമ്പോൾ ഫാമിലിയായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പുറത്തൊക്കെ പോകും, അത് ഭയങ്കര സന്തോഷമായിരിക്കും. ആ ഒരു നിങ്ങളുടെ ജീവിതത്തിലെ ആ ഡെത്ത് കാർഡും വന്നിട്ടുണ്ട്, പിന്നെ 7 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്ത കുറേ കൂട്ടുകെട്ടോ ഇല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അതല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ എൻഡ് ആവുന്നുണ്ട് ഇന്നത്തെ ദിവസം എൻഡായിട്ട്. കാരണം നിങ്ങൾ തന്നെ മനസ്സിലാക്കി അതിൽ നിന്ന് മാറുന്നതായിരിക്കാം. ഈ ഒരു എനർജി എനിക്ക് വേണ്ട, കാരണം ഫാമിലിയിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ അതിനകത്ത് വേറെ നമുക്ക് ഒന്നിനോട് അഡിക്ഷൻ തോന്നത്തില്ല. ആ ഫാമിലിയിലുള്ള സ്നേഹം സന്തോഷമൊക്കെ കിട്ടുമ്പം അത് കിട്ടാത്തപ്പോഴായിരിക്കും ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ ഈ അഡിക്ഷനിലേക്ക് പോകുന്നത്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ അതൊക്കെ അവസാനിപ്പിക്കുന്നു, അതൊക്കെ എൻഡാക്കുന്ന എനർജിയാണ്. എൻഡാക്കി നല്ലൊരു തുടക്കം, നല്ലൊരു ജീവിതത്തിലേക്ക് തുടങ്ങുന്ന ഒരു എനർജിയാണ് കൂടുതൽ ഇവിടെ കാണിക്കുന്നത്. അപ്പം അതല്ല ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചെറിയ പാർട്ടി ഒക്കെ പങ്കെടുത്ത് അതിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് ആൽക്കഹോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉപയോഗിക്കാനുണ്ടെങ്കിൽ ഓക്കെ, ഇനി അങ്ങനത്തെ ആൾക്കാർ കാണും. അപ്പോൾ ഈ കാർഡ് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എനർജി എന്താ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് മെസ്സേജ് ഇട്ടാൽ ഒരുപാട് സന്തോഷമായിരുന്നു. പക്ഷേ ഇതിനകത്ത് കൂടുതലും കാണിക്കുന്നത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഇന്ന് അതിനൊരു റിസൾട്ട്, പോസിറ്റീവായിട്ടൊരു റിസൾട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നൊരു റിസൾട്ട് കിട്ടിയിരിക്കും. പിന്നെ ഫാമിലിയുമായിട്ട് ഒക്കെ ഒരു സന്തോഷമായിട്ട് യാത്രയുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള എന്തെങ്കിലും തേർഡ് പാർട്ടി നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു എനർജി ആയിരുന്നു, നിങ്ങൾക്കിപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങളത് ഒഴിവാക്കുന്നുണ്ട്. അത് എന്തായാലും നെഗറ്റീവുകൾ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ
അത് കൂടുതലും നിങ്ങൾക്ക് അഡിക്ഷനായിരുന്നു ആ ഒരു വ്യക്തിയോടോ ഇല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്സിനോടോ ആ കുറേ ഫ്രണ്ട്സിനോടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ അഡിക്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിൽ നിന്നെല്ലാം മാറി നല്ലൊരു ജീവിതത്തിലേക്ക് കാൽ വെക്കും, പുതിയ ഒരു തുടക്കത്തിലേക്ക് കാലെടുത്ത് വെക്കുവാണ്. അങ്ങനെ ഒരു നല്ല രീതിയിൽ ഇനി മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ എനർജി ഇതാണ്. മഹാദേവൻ്റെ കാളയമ്മയുടെയും ബ്ലെസ്സിങ്സ് കൂടെ നോക്കാം. ഇപ്പം നമ്മൾ പാർട്ടിയെ കൂടുമ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് സന്തോഷം അല്ലെങ്കിൽ മൈൻഡ് ഒന്ന് നല്ല ഇതായിട്ട് എന്താണ് ഒരു നമുക്ക് എൻജോയ് ചെയ്യാനാവാം, അതിന് വേണ്ടിയിട്ട് കുടിക്കുന്ന ഒന്നും വലിയ തെറ്റൊന്നുമല്ല. പക്ഷെ നമ്മൾ അഡിക്റ്റ് ആവാതിരിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കൂട്ടൊക്കെ ഉണ്ട്, അപ്പോഴേ നമ്മൾ ഇതിൽ നിന്ന് മാറുക. നമുക്കെല്ലാം വേണം നമ്മുടെ ജീവിതത്തിൽ, എല്ലാം അറിഞ്ഞിരിക്കണം. പക്ഷെ അത് നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും നശിപ്പിച്ചുകൊണ്ടാവരുതെന്നേ ഉള്ളൂ. നമ്മുടെ സന്തോഷത്തിന്, സന്തോഷം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സന്തോഷമല്ല, നമ്മുടെ സന്തോഷത്തിന് എല്ലാം ആവാം. എന്തായാലും ഇന്ന് എല്ലാവരും ഫാമിലിയായിട്ടൊക്കെ നല്ല യാത്രയൊക്കെ ചെയ്ത് ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കും എല്ലാവരും. നമുക്ക് മഹാദേവൻ്റെയാണ് വീരഭദ്ര. ബ്ലെസ്സിങ്സ് ഓഫ് യുവർ സിൻസ് ബീങ് ഡിസ്ട്രോയ്ഡ്, അക്സെപ്റ്റ് ചേഞ്ച് ആൻഡ് ബി പർജ്ഡ്. മഹാദേവൻ്റെ ഒരു കാർഡ് കൂടെ എടുക്കാം, എന്നിട്ട് ഞാൻ പറയാം. ഇനി ഏതാണ്, ഇത് കുറേ നീണ്ടുപോയി വീഡിയോ, സോറി. മഹേശ്വർ, ബ്ലെസ്സിങ്സ് ഓഫ് പീസ്. അപ്പോൾ ഇത് രണ്ടുമാണ് കാർഡ് വന്നിരിക്കുന്നത്. ഇത് കൂടുതലും മഹാദേവൻ്റെയാണ് ബോട്ട്. ഇതിൻ്റെ ബോട്ട് നട്ടരാജാണ്. ബ്ലെസ്സിങ്സ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ്. ഓക്കെ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ, കൂടുതൽ ഇന്നത്തെ എനർജി അതാണ് കാണിക്കുന്നത്. നമ്മുടെ വേണ്ടാത്ത കാര്യങ്ങൾ നാളെ നമ്മുടെ മഹാദേവൻ അറിയാം നമുക്ക് എന്താണ് വേണ്ടത്, അതൊക്കെ മഹാദേവൻ മാറ്റിത്തരും. അപ്പോൾ അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു ചേഞ്ച് നമ്മൾ കൂടുതലും നമ്മൾ വീണ്ടും ആ പഴയ എനർജിയിലോട്ട് പോകാതിരിക്കുക. ചിലപ്പോൾ അത് വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും ഡിവൈൻ എടുത്ത് മാറ്റുന്നത്. മഹാദേവൻ്റെ ആ ഒരു ഗൈഡൻസും അതാണ് വീരഭദ്ര വന്നത്. അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അതിൽ എന്തൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ നേടാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഭഗവാൻ അതിൽ നിന്ന് തരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നൊക്കെ കണ്ട് അറിഞ്ഞ് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുക. അല്ലാതെ പാസ്റ്റിൽ ഇരിക്കരുതാരും. പാസ്റ്റിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്ന കാര്യങ്ങളൊക്കെ അത് വേണ്ടാത്തതുകൊണ്ട് അതിൻ്റെ ആ ഒരു ടൈം കഴിഞ്ഞു എന്ന് തന്നെ എല്ലാവരും ചിന്തിക്കുക. അതുകൊണ്ട് മഹാദേവനടുത്ത് മാറ്റിയതാണ്. നമുക്കിനിയും പുതിയൊരു ചേഞ്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് സന്തോഷത്തോണ്ടിരിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ എനർജി. താങ്ക് യു.